നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓജോ ബോർഡിനെ പറ്റിയാണ്. ഓജോ ബോർഡ് എങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം, എങ്ങനെയുള്ളവർ ഉപയോഗിച്ചുകൂടാ, ഓജോ ബോർഡിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാം, ഓജോ ബോർഡ് കളിക്കുന്നതിലൂടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമോ ഇല്ലയോ, ആ വന്നു ചേർന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതോ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നതാണോ എന്നൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ പറയാൻ പോകുന്നത്. കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ്. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് 4 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, 4 ഓഫ് പെൻഡക്കിൾസ്, ദ ഫൂൾ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് 10 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഓജോ ബോർഡിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവരോടാണ് ഈ ഒരു ചോദ്യം. ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം കണ്ടെത്താനുള്ളൊരു ഉപകരണമല്ല ഈ ഓജോ ബോർഡ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ പുതിയ പുതിയ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് ഈ ഓജോ ബോർഡ് എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ. ചെറുപ്പക്കാരാണ് ഇതിനകത്ത് കൂടുതലും പെട്ടുപോകുന്നവർ. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഓജോ ബോർഡ് എന്നത് നിങ്ങളുടെ ബോറടി മാറ്റാനുള്ള ഒരു ഉപകരണമല്ല എന്നാണ്. ഓജോ ബോർഡ് കളിച്ച് സ്പിരിറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ സ്പിരിറ്റ് വരുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഈ കാർഡിനോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേതത്തിനെ പറ്റിയോ പ്രേത സാന്നിധ്യം ഉണ്ടാകുന്നതിനെ പറ്റിയോ കാർഡ്സ് റിപ്ലൈ തന്നിട്ടുമില്ല. ഒട്ടും ഭയമില്ലാത്തവർക്ക് മാത്രം ഇത് ട്രൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഈ ഓജോ ബോർഡ് കളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റിനെ താങ്ങാൻ കെൽപ്പുള്ളവരായിരിക്കണം ഇവർ. ഓജോ ബോർഡ് എന്ന് പറയുന്നത് ഒരു വലിയ ബോർഡ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻ, കുറേ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് നിറഞ്ഞൊരു ബോർഡാണ്. ഒരു കോയിൻ പ്ലേസ് ചെയ്യുക. നിങ്ങൾ സ്പിരിറ്റിനെ വിളിക്കുമ്പോൾ ആ സ്പിരിറ്റിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എസ്സിലോട്ട് പോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോയിലോട്ട് പോകും ആണല്ലോ പറയപ്പെടുന്നത്. ഈ ഒരു ഓജോ ബോർഡ് കളിക്കുന്നതിലൂടെ ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാണി. ഈ ഓജോ ബോർഡ് എന്തായാലും കളിക്കുന്നത് ഇരുട്ട് നിറഞ്ഞ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ശ്മശാന മൂകതയുള്ള ഒരു അന്തരീക്ഷത്തിലോ ആയിരിക്കും. ചിലപ്പോൾ 2-3 വ്യക്തികളെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ ഉണ്ടായിരിക്കും. ഈ ഓജോ ബോർഡ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും, അതായത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് മാത്രമേ എഫക്റ്റ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എത്ര ധൈര്യമുള്ളവർ ആണെങ്കിൽ തന്നെയും ഈ ബോർഡ് കളിക്കുവാനിരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങുകയും ഒരു ഇലയുടെ ശബ്ദം പോലും, ഒരു ചെറിയ ശബ്ദം പോലും ഇത് കളിക്കുന്നവരുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുവാൻ കെൽപ്പുള്ളതാണ്. ഓജോ ബോർഡ് കളിച്ചപ്പോൾ ഉണ്ടായ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ആവാൻ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ടൈം എടുക്കും എന്നുമാണ് കാണിക്കുന്നത്. ഒരു നോർമൽ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരണമെന്നുമില്ല. സന്തോഷകരമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുവാനും ആ മനുഷ്യനെ വളരെയധികം നിരാശയുടെ ആഴത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ഓജോ ബോർഡ് കളിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഇത് കൂടുതലും മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഓൾറെഡി ഇത് കളിക്കുവാനിരിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്നത് ഓരോ ശബ്ദവും അത് പ്രേതം വരുന്നതിൻ്റെ സൂചനകളാണ് എന്നാണ് ഓൾറെഡി പ്രീജഡ്ജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഓജോ ബോർഡ് കളിക്കുവാനിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റിനും ഉണ്ടാകുന്ന എന്ത് ശബ്ദങ്ങളും നമുക്ക് തോന്നുന്നത് അത് പ്രേതം വന്നതിൻ്റെ സൂചനകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് മനസ്സിൻ്റെ താളം തെറ്റിക്കുവാൻ കെൽപ്പുള്ള ഈ ഒരു ഓജോ ബോർഡ് കൊണ്ടുള്ള കളി അപകടമാണ് എന്നാണ്. യൂണിവേഴ്സ് പ്രത്യേകിച്ച് ഒരു വാണിംഗ് തരുന്നുണ്ട്. അതെന്തെന്നാൽ പേടിയുള്ളവർ, കുഞ്ഞിലേ തൊട്ട് എന്തിനോടും പേടിയുള്ളവർ ഒരിക്കലും ഓജോ ബോർഡ് കളിക്കാൻ പോലും ശ്രമിക്കരുത്. ഓജോ ബോർഡ് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോലും ഇരിക്കാൻ പാടുള്ളതല്ല. ഓജോ ബോർഡിനെ പറ്റി യൂണിവേഴ്സിന് ഇത്ര മാത്രമേ പറയാനുള്ളൂ.
എൻ്റെ റീഡിങ് അവസാനിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി കുറച്ച് ആൾക്കാരെ അറിയാം, ഈ ഓജോ ബോർഡ് കളിച്ചിട്ടുള്ളവരെ. ഇതിലൊരു 2 പേർക്ക് മാത്രമേ ലൈഫിൽ പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആ ഒരു വന്ന മെൻ്റൽ ട്രോമയിൽ നിന്ന് ഇതുവരെ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ വേണം പോയി പരീക്ഷിക്കുവാൻ. നിങ്ങളുടെ കുട്ടികളെ മാറ്റാനുള്ളൊരു ഉപകരണമേ അല്ല. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് മുമ്പിലുണ്ട് എന്ന് കരുതിയിട്ട് വേണം ഈ ഇമാതിരി കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും സഫർ ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ ചുറ്റിനുള്ളവർ, അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പോലും ഇത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാരുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് അവർക്ക് പരീക്ഷിക്കണം എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുന്നവർ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്ന് ഇത് ചെയ്യാതിരിക്കുക. കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരുടെ കൂടെ ഇരുന്ന് ഇത് ചെയ്യാതിരിക്കുക. ചില സ്ഥലങ്ങളുണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന വീട്, ശ്മശാന മൂകതയുള്ള അന്തരീക്ഷം നിറഞ്ഞ സ്ഥലങ്ങൾ. ഇതുപോലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി ഈ ബോർഡ് ഓപ്പൺ ചെയ്ത് 2-3 മെഴുകുതിരി കത്തിച്ച് വെക്കുക. എന്നിട്ട് ഓജോ ബോർഡ് കളിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശിച്ച ഒരു സറൗണ്ടിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഫുൾ ഇരുട്ട്, മെഴുകുതിരിയുടെ പ്രകാശം, കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റി നിറഞ്ഞൊരു സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തോന്നലുണ്ടാവാം, ഇവിടെ ഇരുന്ന് ഓജോ ബോർഡ് കളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആത്മാക്കൾ വരുന്നതാണ് എന്ന്. നിങ്ങൾക്ക് പ്രേതങ്ങളോട് സംസാരിക്കണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഈ ഒരു ഓജോ ബോർഡ് കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കളിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുക. ഈ മറ്റുള്ളവരെ, അതായത് ഇതൊട്ടും കളിക്കുവാൻ താല്പര്യമില്ലാത്തവരെയും പെട്ടെന്ന് ഭയം വരുന്നവരെയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കുക. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടി അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങളെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർ എന്നെ ഈ ഓജോ ബോർഡ് എന്താണ്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ഈ റീഡിങ്ങിലെടുത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ കാർഡ് റീഡിങ്ങിലൂടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൽ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കാർഡ് റീഡിങ്. ബാക്കി ഓജോ ബോർഡിനെ പറ്റി ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഞാൻ വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയാൻ കാരണമെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓജോ ബോർഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ ശ്മശാനത്തോ പൊളിഞ്ഞ വീട്ടിലോ അങ്ങനെ വല്ല നെഗറ്റീവ് എനർജി നിറഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ട്രൈ ചെയ്യാവൂ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. അതൊരിക്കലും റീഡിങ്ങിൽ പെട്ടതല്ല. അത് ഞാൻ വളരെ വ്യക്തമായി തന്നെ പിന്നെയും എടുത്ത് പറയുകയാണ്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കോൾ ചെയ്യാതിരിക്കുക. എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ നൽകുന്നതുമായിരിക്കും. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.